ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അനേകം ഉപമയിലൂടെയാണ് യേശു സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിൽ ഒരു ഉപമ ഇപ്രകാരം പറയുകയാണ്: ദൈവരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവനാകട്ടെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? ആ നിധിയെ വീണ്ടെടുക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. ഈ ഉപമ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ജീവിത അനുഭവത്തിൽ ഇങ്ങനൊരു കഥയുമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയുമായിട്ട് വളരെ ബന്ധമുണ്ട്. എൻ്റെ നാട്ടിൽ അവിടെ വലിയ ഒരു മുതലാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനേകം പാടവും മറ്റ് കൃഷി സ്ഥലങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പണിക്കാരുമായിട്ട് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ, എന്തോ കൃഷിക്ക് വേണ്ടി കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷിക്കാരുടെ തൂമ്പ എന്തിലോ, ആരുടെയോ ഒരു പണിക്കാരൻ്റെ തൂമ്പ ഇങ്ങനെ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിലൊരു ലോഹത്തിൽ തട്ടി. അവർ കുഴിച്ചു നോക്കിയപ്പോൾ ഒരു കുടം കിട്ടി. കുടം കിട്ടിയപ്പോൾ ഈ മുതലാളി എന്ത് ചെയ്തു? പണിക്കാരെല്ലാം ഉച്ചയ്ക്ക് മുമ്പേ നേരത്തെ തന്നെ കൂലി കൊടുത്തിട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി ആ കുടമെടുത്തു, നിധി കിട്ടി. ഇങ്ങനൊരു കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ കേട്ട കഥയാണ്. ആ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. എന്തിരിക്കട്ടെ, പക്ഷെ വചനത്തിൽ ഇപ്രകാരം പറയും: സ്വർഗരാജ്യം വയൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം എന്ന് പറയുകയാണ്. യേശു എന്താണ് ഇവിടെ നിധി എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ ട്രഷർ എന്ന് പറയുന്നത് ഒരു നിധി. അത് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു നിധി വയലിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ഒരുവൻ അത് കണ്ടെത്തി കഴിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അതിനെ വീണ്ടെടുക്കുകയാണ്. യേശു ഈ ഉപമ പറയുമ്പോൾ അതിനകത്ത് വയലിൽ മറഞ്ഞിരിക്കുന്ന ആ നിധി എന്ന് പറയുന്നത് മനുഷ്യരെക്കുറിച്ചാണ്. മനുഷ്യനെ ദൈവം അത്രത്തോളം ട്രഷറായിട്ടാണ്, മൂല്യമേറിയതായിട്ടാണ് മനുഷ്യരല്ലെങ്കിൽ ദൈവജനത്തെ കർത്താവ് കാണുന്നത്. അത് അമൂല്യമാണ്. കർത്താവിൻ്റെ മക്കളാണ്, അമൂല്യമാണ് ആ നിധി. ആ നിധിയെ വീണ്ടെടുക്കുന്നവൻ ആരാണ്? ഒരു കണ്ടെത്തുന്നവൻ ആരാണ്? യേശുവാണ്. യേശു തൻ്റെ ജനത്തിൻ്റെ മധ്യേ തൻ്റെ സുവിശേഷ വേല ചെയ്ത് ഇതാ തൻ്റെ ജനങ്ങളെ കർത്താവ് കണ്ടെത്തി, തൻ്റെ സുവിശേഷം അറിയിച്ച് അമൂല്യമായ നിധി. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ്റെ ജീവൻ്റെ വില അമൂല്യമാണ്. അതിന് വിലയിടാൻ പറ്റത്തില്ല. ജീവൻ്റെ വില നമുക്കിടാൻ പറ്റത്തില്ല. അപ്പം സ്വർഗം ഒരു മനുഷ്യനെ കാണുന്നത് വളരെ അമൂല്യമായിട്ടാണ് കാണുന്നത്. ഈ അമൂല്യമായ ജീവൻ്റെ വിടുതൽ വില, അല്ലെങ്കിൽ അത് വീണ്ടെടുക്കാൻ ആർക്കേ സാധിക്കത്തുള്ളൂ? ഒരുവൻ അത് കണ്ടെത്തുന്നവൻ. തനിക്കുള്ളതെല്ലാം വിറ്റു എന്ന് പറയുന്നത്, അതായത് ആ കാൽവരി യാഗത്തെക്കുറിച്ചാണ്. തനിക്കുള്ളതെല്ലാം വിറ്റ്, തൻ്റെ എല്ലാം കൊടുത്ത്, തൻ്റെ ജീവൻ കൊടുത്ത് താൻ ആ ട്രഷറിനെ, ആ നിധിയെ കണ്ടെത്തുന്നവൻ ഏറ്റുവാങ്ങിയാണ്. കർത്താവിൽ പ്രിയരെ, സ്വർഗം ഒരു മനുഷ്യനെ വിലയ്ക്ക് വാങ്ങിയതാണ്. യേശു തൻ്റെ രക്തത്താൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന വചനം നമ്മൾ ഓർപ്പിക്കുന്നു. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വചനം പറയുകയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. തൻ്റെ അമൂല്യ രക്തത്താൽ തൻ്റെ ജീവൻ കൊടുത്ത് ആ കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു? ആ മനുഷ്യരെ വീണ്ടെടുക്കുന്നത് കാണാൻ സാധിക്കും. വീണ്ടും പറയുന്നത് കാണാൻ സാധിക്കും: അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വിലയേറിയ രത്നത്തെ വാങ്ങുന്നൊരു വ്യാപാരിക്ക് തുല്യമാണ്. വിലയേറിയ രത്നം നമ്മളെക്കുറിച്ചാണ്, മനുഷ്യ ജീവിതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിലയേറിയതാണ് ദൈവത്തിന്. കർത്താവിൽ പ്രിയരെ, നമ്മൾ വിലയേറിയതാണ് സ്വർഗത്തിൻ്റെ മുമ്പിൽ. നിന്നെ വിലയ്ക്ക് വാങ്ങുകയാണ്. വിലയേറിയ രത്നത്തെ ദൈവം അത് തനിക്കുള്ളതെല്ലാം വിറ്റ് വിലയ്ക്ക് വാങ്ങുകയാണ്. വെളിപാട് പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യരുടെ എല്ലാം ശാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അടിമത്തത്തിലാണ്. ഈ മനുഷ്യപുത്രൻ ആ ശാപത്തിൽ നിന്ന് മനുഷ്യനെ വിലയ്ക്ക് വാങ്ങി, അല്ലെങ്കിൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുകയാണ്. മനുഷ്യൻ്റെ വിടുതൽ വില വളരെ വലുതാണല്ലോ. അന്ധകാരത്തിൻ്റെ കയ്യിൽ നിന്ന്, അടിമത്തത്തിൻ്റെ തൂക്കൽ ചുരുൾ, അത് മനുഷ്യപുത്രൻ അത് വീണ്ടെടുത്ത് ശാപത്തിൻ്റെയും മരണത്തിൻ്റെ നിഴലിൽ നിന്ന് തന്നെ വിടുവിച്ചു. യേശു തനിക്കുള്ളതെല്ലാം കൊടുത്ത്, തൻ്റെ രക്തത്താൽ തൻ്റെ ജീവൻ കൊടുത്ത്, ഇതാ വിലയേറിയ അമൂല്യരത്നമായ നമ്മളെ ഓരോരുത്തരെയും യേശു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വീണ്ടും സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുകയാണ്: അനേകം മത്സ്യങ്ങളെ ഒരു വല നിറഞ്ഞപ്പോൾ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. നല്ല മത്സ്യങ്ങൾ ശേഖരിച്ചു. കൊള്ളില്ലാത്ത ഉപയോഗശൂന്യമായതിനെയും അതിനെ വലിച്ചെറിഞ്ഞ് കളയാൻ സാധിക്കും. കർത്താവിൽ പ്രിയരെ, സ്വർഗരാജ്യം അതുപോലെ തന്നെ, ഒന്ന്, നിന്നെ വിലയ്ക്ക് വാങ്ങുന്നതാണ്. 2,
നമ്മളെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സ്വീകരിക്കുമ്പോൾ, നമ്മളെ ചേർക്കുമ്പോൾ നല്ലതിനെ എടുക്കുന്നു, മോശത്തിനെ കളയുന്നു. സ്വർഗരാജ്യം അതുപോലെ തന്നെയാണ്. ദൈവവചനത്തിന് അനുയോജ്യമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ദൈവം നല്ലത്, അല്ലെങ്കിൽ ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കുന്ന ഒരു നീതിമാന്റെ ജീവിതം നയിക്കുന്ന ഒരുവനെ സ്വീകരിക്കുകയും കൊള്ളില്ലാത്തവരെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിവാഹ വസ്ത്രമില്ലാത്തവനെ കളയും. കുഞ്ഞാടിൻ്റെ വിവാഹത്തിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനത്തിന് അനുസൃതമായിട്ടല്ല നമ്മുടെ ജീവിതമെങ്കിൽ വലിച്ചെറിയപ്പെടും എന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കണം. തുടർന്നും ആ ഉമ്മയിലൂടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും, യുഗാന്തത്തിൽ ഇതുപോലെ സംഭവിക്കും. ദേവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിൽ എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. സ്തോത്ര. അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടും, നീതിമാന്മാരെ ദുഷ്ടനിൽ നിന്ന് വേർതിരിക്കും. നമുക്കറിയാം, സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ കോലാടും ചെമ്മരിയാടുമായിട്ട് ഇതിനെ വേർതിരിക്കും. കോലാടിനെ ശിക്ഷയിലേക്കും ചെമ്മരിയാടിനെ അല്ലെങ്കിൽ ദൈവജനത്തിനെ സ്വർഗീയ അനുഗ്രഹത്തിലേക്കും നമുക്ക് ദൈവം നയിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു വേർതിരിവുണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ. ഒന്ന്, മനുഷ്യ, കർത്താവിൻ്റെ അമൂല്യ രത്നമാണ് നിന്നെ, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. രണ്ട്, അവിടെ ഒരു വേർതിരിവുണ്ടാവും. ദുഷ്ടൻ നീതിമാന്മാരിൽ നിന്ന് ദുഷ്ടനെ വേർതിരിക്കും. അവിടെ ഒരു ശിക്ഷയുണ്ട്. ദുഷ്ടനാണെങ്കിൽ അഗ്നികുണ്ഡത്തിലേക്ക് നിന്നെ എറിയപ്പെടും എന്ന് ദൈവം പറയുകയാണ്. കർത്താവിൽ പ്രിയരെ, കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, അമൂല്യ രത്നങ്ങളാണ് നമ്മൾ. കർത്താവാണ് നമ്മളെ വീണ്ടെടുക്കുന്നത്. ആ വീണ്ടെടുക്കപ്പെട്ടവനായ യേശുവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ദൈവരാജ്യം നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവരും ബ്ലസ് ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു.